നമസ്കാരം, നന്ദകുമാറാണ്. അപ്പോൾ ഇപ്പം നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, സമാധിനെ കുറിച്ചിട്ട്. ശരിക്കും അവർ പെടുട്ടോ. വേദങ്ങളും ഉപനിഷത്തുക്കളെ കുറിച്ചും കൃത്യമായിട്ട് പഠനമില്ലാതെ സമാധി എന്ന് പറയുന്നത് മരണമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കാണിക്കുന്ന വിഡിത്തരമാണ്. വേദത്തിലും ഉപനിഷത്തുകളിലും ഒക്കെ സമാധി എന്ന് പറഞ്ഞാൽ സമം സമം എന്ന് പറഞ്ഞാൽ തുല്യം. അതൊരു എന്താ പറയാ, നമ്മളുടെ സംസ്കൃത വേർഡാണ് സമം. ധി എന്ന് പറയുന്നത് ബുദ്ധി എന്നാണ്. അതായത് സമമായ തുല്യമായ ബുദ്ധി. തുല്യമായ ബുദ്ധി എന്ന് വെച്ചാൽ ശരീരവും മനസ്സും തത്തുല്യപരമായ രീതിയിൽ ബുദ്ധിപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സമാധാനപരമായിട്ടുള്ള നിമിഷത്തിനെയാണ്, അതായത് മാനസികമായി നമുക്ക് സമാധാനം കിട്ടുന്ന സമയത്തിനെയാണ് സമാധി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളത് കുറച്ച് ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, പണ്ടത്തെ രണ്ട് കൂട്ടർ ആൾക്കാർ തമ്മിൽ തർക്കമുണ്ടാകുന്ന സമയത്ത് അവർ തമ്മിൽ സമാധിയാക്കി വിട്ടു എന്ന് നമ്മൾ പറയത്തില്ലേ, സമിതിയാക്കി വിട്ടു. ഓക്കെ, അത് തന്നെയാണ് സമാധി. അതല്ലാതെ ധ്യാനത്തിന് പോയി മറ്റേ ആത്മാവിന്റെ ഉള്ളിൽ നിന്നും പടക്കം പൊട്ടി പുറത്തേക്ക് പോയി എന്ന് പറയുന്നല്ല. ഇതിപ്പോ സമാധി ഒരു ജോലിയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് അതിൻ്റെ അകത്ത് ആ മകൻ ആയിട്ടുള്ള പുള്ളി പറയുന്നുണ്ട്, പുള്ളിക്ക് BP-യുടെ അസുഖം ഉണ്ടായിരുന്നു. BP, ബ്ലഡ് പ്രഷർ. അത് ശാസ്ത്രീയമായിട്ടുള്ള പരിപാടിയാണ്, അതല്ലാതെ ആത്മീയതയോ ധ്യാനത്തിന്റെ അല്ലത്. അതിൻ്റെ അത് മെഡിസിൻ കഴിച്ചു എന്ന് പറയുന്നില്ല. മെഡിസിൻ എന്ന് പറയുന്നതും ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ സയന്റിഫിക്കലി ആണ്, ശാസ്ത്രമാണ്. അപ്പൊ ശാസ്ത്രീയപരമായിട്ടുള്ളൊരു ഉൽപ്പന്നം പുള്ളി കഴിക്കുകയാണ് അല്ലെ. സമാധിയായി ധ്യാനത്തിന് പോകുന്ന ആൾ എന്തിനാണ് BP-യുടെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ധ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായി സന്തോഷത്തിന് ഉൾക്കൊണ്ട് ഡോപ്പമിൻ പോലത്തെ ഹാപ്പിനെസ് ഹോർമോണിനെ മാത്രം തലച്ചോറിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തിന്റെ ആവശ്യകത നിന്ന് ചിന്തകളുടെ എക്സ്ട്രീമിറ്റി ഓഫ് പോയിന്റിനെയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രസ്തുത വ്യക്തി എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ധ്യാനത്തിന് ഇരുന്നത്? പുള്ളി എന്തെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പുള്ളി നാട്ടുകാർക്ക് ഗുണമുള്ള രീതിയിൽ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇനി രണ്ടാമത്തെ കേസ്, എടാ മോനെ ഞാനൊന്ന് ജോലിക്ക് പോയിട്ട് വരാടാ എന്ന് പറയുന്നത് പോലെയാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ഒരു കാര്യം ചെയ്ത് കഞ്ഞി എടുക്കുമ്പോളെ, കഞ്ഞി എടുത്തിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് BP-യുടെ മരുന്നും കഴിച്ചിട്ട് ഞാൻ പോയി ഒന്ന് സമാധി അറിഞ്ഞിട്ട് വരാം. എന്തോന്ന് ഇത് ജോലിക്ക് പോകുന്നത്? അതാ വരെ വട്ടിപ്പിരിവിന് പോകുന്നത്. അതായത് സമാധാനമായ തത്തുല്യപരമായിട്ടുള്ള, അതായത് വേദത്തിലോ ഉപനിഷത്തുകളിലോ ഒന്നും തന്നെ കൃത്യമായിട്ട് സമാധിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നില്ല. അതായത് സമാധി എന്ന് പറയുന്നത് മരണമാണെന്ന് പ്രതിപാദിക്കുന്നില്ല. അത് വേദ ഉപനിഷത്തും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ശ്രീബുദ്ധന്റെ കാലത്ത് ബുദ്ധഭഗവാൻ, അതായത് ബുദ്ധഭഗവാൻ എന്ന് പോലും വിളിക്കണമെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. ബുദ്ധൻ, അതായത് സന്യാസിമാർ മരണപ്പെട്ടതിന് ശേഷം അത് കണ്ടുകൊണ്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ് സമാധി എന്ന് പറയുന്നതിന്റെ അർത്ഥം മാറ്റിക്കളഞ്ഞത്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയത്തില്ലേ, പൊളിയും വെച്ചാനെ കല്യാണം നമുക്ക് പൊളിക്കണം എന്ന് പറയുമ്പോൾ ഈ പൊളിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം മാറ്റിയില്ല നമ്മൾ. അതായത് അടിച്ചു പൊള്ളിയുടെ ഒരു വേർഡായിട്ട് പൊളിക്കണം എന്ന് പറയുന്ന വാക്കിനെ മാറ്റി. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സമാധിയുടെ അർത്ഥം പിന്നീട് മാറിപ്പോയത്. അതായത് സമാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനകരമായ രീതിയിൽ ശരീരത്തിനും മനസ്സിനും സമാധാനകരമായ രീതിയിലുള്ള ഒരു നിമിഷം നിങ്ങളിൽ വന്നു ചേർന്നു എന്നുള്ളതാണ് ഉപനിഷത്തുകളിലും വേദങ്ങളിലും പറയുന്നത്. അപ്പൊ അവിടെ ബുദ്ധന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ബുദ്ധനാണ് ഏറ്റവും കൂടുതൽ സമാധി എന്ന് പറയുന്നത്. ബുദ്ധന്റെ മരണശേഷമാണ് സമാധി എന്ന് പറയുന്ന ഒരു വേർഡ് ഏറ്റവും കൂടുതലായിട്ട് വ്യാപകമായിട്ട് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലേക്ക് വന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്യാസിമാര് പോയി ധ്യാനത്തിന് ഇരുന്നതിന് ശേഷം മരണപ്പെട്ട് കഴിയുമ്പോൾ അവരെ സ്വാഭാവികമായിട്ടും അവരെ സമാധിയായി എന്ന് പറഞ്ഞു തുടങ്ങി. അതായത് അന്തരിച്ചു, മരണപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം അവർ ഭയങ്കര സമാധാനത്തിൽ, അവർ പീസ് ഓഫ് മൈൻഡ്, അതായത് പീസ് മൂഡ് നമ്മൾ പറയത്തില്ല. ഇപ്പൊ ഇന്നത്തെ ജനറേഷൻ പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയുന്ന പോർഷനിലേക്ക് പോയി എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പരിപാടിയാണ്. അതല്ലാതെ പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആരാണ് അവർ മരിക്കാൻ പോകുന്നത്? പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് സമാധാനപരമായിട്ടുള്ള പരിപാടി വെച്ചാൽ നമുക്ക് ആർഭാടമോഹങ്ങളില്ലാതെ, ടെൻഷനുകളില്ലാതെ നമുക്ക് സുഖകരമായിട്ടുള്ള ഒരു ലൈഫ്, അതായത് യാതൊരുവിധ ടെൻഷനും ഇല്ല, ഐ എം വെരി ഹാപ്പി മൂഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അതിനെയാണ് സമാധി. അയാൾ സമാധിയായിട്ട് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ വൺ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതാണ് അർത്ഥം. അർത്ഥങ്ങൾ പോലും അറിയാതെ, അതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ അറിയാതെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ആൾക്കാർ, വേദവ്യാസനടക്കമുള്ള ആൾക്കാർ ആ സാധനങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എഴുതിയത് എന്തിനാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിനെ ഇന്നത്തെ 2024 അല്ലെങ്കിൽ 25 കാലഘട്ടത്തിലുള്ള തലമുറയിലേക്ക് തെറ്റായിട്ടുള്ള ഒരു ധാരണകളെ വിടാനും ശാസ്ത്രീയപരമായിട്ട് യാതൊരുവിധ മൂല്യവുമില്ലാത്ത ഒരു കാര്യത്തിനെ അൺവാണ്ടഡ് ആയിട്ട്, അതായത് അവരവിടെ സമാധി ആയിട്ടിരിക്കുന്ന ആളെ അവരവിടെ ഒരു കോൺക്രീറ്റിനകത്ത് ഫില്ല് ചെയ്യാന്ന് പറയുമ്പം വേദത്തിൽ എവിടെയാണ് കോൺക്രീറ്റ്?
വേദവും ഉപനിഷത്തുകളൊക്കെ എഴുതുന്ന സമയത്ത് എവിടെ സിമന്റ്? ഏഹ് അവിടെ എവിടെയാ ഈ കമ്പി ഇങ്ങനെ നമ്മുടെ മെറ്റിൽ കമ്പികൾ, അതായത് വാർക്കലിൽ ഉപയോഗിക്കുന്ന കമ്പികളൊക്കെ എവിടെ ഇരിക്കുന്നത്? ആ സമയത്ത് എവിടെ ഇരിക്കുന്നത്? മനസ്സിലായില്ലേ? അപ്പൊ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ചന്ദനം ഉണ്ടോ എന്ന് പോലും നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ വേദവ്യാസനൊക്കെ ഈ പറയുന്ന ഉപനിഷത്തുകളും വേദങ്ങളും, അതായത് ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവേദവും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഒന്നും തന്നെ സമാധി എന്ന് പറയുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശ്രീകൃഷ്ണൻ സമാധിയായി എന്ന് പറയണ്ടേ? അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ അത് ദൈവങ്ങളിൽ എത്ര ദൈവത്തിനാണ് സമാധി എന്ന് പറഞ്ഞേക്കുന്നത്? അതായത് സന്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ കാലഘട്ടമുണ്ട്. അതായത് ഒരു തരത്തിലുള്ള പ്രയോജനവും സമൂഹത്തിന് ഇനി ഇല്ല, അയാളെ കൊണ്ട് ശാരീരികമായിട്ട് ഇനി അധ്വാനിക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ, ബുദ്ധി മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ, ആ ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അയാൾ പറയുന്ന ബുദ്ധി ഗുണകരമായിട്ട് ജനങ്ങൾക്ക് വരുമെന്ന് പറയുന്ന കാലഘട്ടത്തിൽ ആ ബുദ്ധിയുടെ സംശുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ബുദ്ധിയുടെ ഏറ്റവും ശുദ്ധീകരിച്ച വേർഷനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് സമാധി. സമമായ ബുദ്ധി എന്നാണ് അതിന്റെ അർത്ഥം. അത് സംസ്കൃതത്തിൽ പോയി നോക്കിയാൽ മതി. അതുമായിട്ട് മരണത്തിന് എന്താ ബന്ധമുള്ള? കമ്പൽസറി ഇത്. അത് മാത്രമല്ല, ന്യൂസിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു മെമ്പറാണോ എന്ന് എനിക്കറിയില്ല, ഏതോ പാർട്ടി പ്രവർത്തകനാണ്, അവര് വന്നിച്ച് പറയുന്നുണ്ട്, ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു പുള്ളി സമാധിയാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് പറയണ്ടേ, ഇയാൾക്ക് എന്തോ ഭ്രാന്തുണ്ട് സാറേ, ഒന്ന് നിങ്ങൾ ഇതിനെന്താന്ന് വെച്ചാൽ കൗൺസിലിംഗ് കൊടുക്കുക, പുള്ളി ആത്മഹത്യ ചെയ്യാനുള്ള എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് അപ്പൊ തന്നെ പറയണ്ടേ. അത് മാത്രമല്ല, അവര് ചാനലിൽ വെച്ച് പറയണേ, ഞങ്ങൾ ഇവിടെ പല സമാധികളും നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന്. ഒരാൾ മരിക്കുന്നത് ഡോക്ടർമാര് ഹോസ്പിറ്റലിൽ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? അതൊരു വൻ സംഭവമാക്കി ഇവരെന്തിനാ മാറ്റുന്നു? അതിന്റെ ഇടയിൽ പിന്നെ അവരതിന് വർഗീയതയിലേക്ക് കടക്കുന്ന തരത്തിലേക്കുള്ള ഹിന്ദുക്കൾക്ക് എന്ന് പറയല്ലേ, ഹിന്ദു എന്ന് പറയുന്നത് ഒരു ആചാരമാണെന്ന്. വേദം, ഉപനിഷത്തുകള്, ശാസ്ത്രം, അതായത് ഇപ്പൊ സൂര്യനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. ജ്യോതിശാസ്ത്രം അടക്കമുള്ള സാധനങ്ങൾ ചിന്താപരമായി ചിന്തകളുടെ അകത്തടങ്ങളിൽ കയറി ഒരു ചിന്തയുടെ എക്സ്ട്രീമിറ്റീനെ കണ്ടെത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കൂട്ടം സമൂഹത്തിൽപ്പെടുന്ന കുറച്ച് ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിനെയാണ് ഹൈന്ദവ ആചാരത്തിലോട്ടൊക്കെ പോകുന്നത്. അത് വിശ്വസിച്ചിട്ട് ചിലപ്പോൾ കുറെ ആൾക്കാർ കൂട്ടം കൂടിയിട്ടുണ്ടോ, അതാണ് മതം എന്നൊക്കെ പറഞ്ഞാൽ. അല്ലാതെ ഇതുമായിട്ടൊന്നും ഇത് എക്സ്ട്രീംലി ആളെ പൊട്ടനാക്കാനുള്ള പരിപാടിയാണ്. ഒരു കോൺട്രവേഴ്സി ക്രിയേഷൻ, അത്രേ ഉള്ളൂ അതിനകത്ത് സംഭവം. ഇത് ഇപ്പം സംഭവിച്ചെന്താണ്, ഇപ്പൊ പുതിയ ന്യൂസ് പ്രകാരം സബ് കളക്ടറോട് വന്നു. അപ്പൊ കളക്ടറും ഇപ്പം എന്താ പറയുക, കോടതി എന്ന് പറയുന്നത് ലോജിക്കൽ ബ്രെയിൻ വെച്ചിട്ട് എഴുതി ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണ്, ലോജിക്കൽ ബ്രെയിൻസ്. അതായത് അവിടെ ഈ പറയുന്ന വേറെ, അതായത് ഇവിടുത്തെ പ്രശ്നം എന്താ പറയുക, അതായത് കുറെ പ്രാന്തന്മാർ ഒരുമിച്ച് കൂടിയാൽ ബുദ്ധിമാനായിട്ടുള്ള ഒരാൾക്ക് പണി വേണം. ബുദ്ധിമാനായിട്ടുള്ള ആള് ഇത്രയും പേരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിനൊരു ക്ലാരിറ്റി വരുത്തുള്ളൂ. എന്താണെങ്കിലും 100% ഞാൻ പറയാം, ഈ പറയുന്ന പ്രോസസ്സ് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. ഇതിപ്പോൾ അംഗീകരിച്ചാൽ ഒരുപാട് ഇതേപോലത്തെ പെട്ടിക്കൂടുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ സമാധി ആയതാണെന്നങ്ങ് പറഞ്ഞാൽ അവിടെ നിയമം അങ്ങ് തോറ്റുപോകുള്ളൂ. അങ്ങനെ നിയമം തോക്കാൻ ബുദ്ധിയും ബോധമുള്ള ആൾക്കാരും സമ്മതിക്കില്ല. അതുകൊണ്ടിട്ട് വിവരവും വിദ്യാഭ്യാസവും അറിവും വിവേകവും പഠനവും ബോധവും ഇല്ലാത്ത ആൾക്കാർ കാണിക്കുന്ന വിഡ്ഢിത്തങ്ങളെ നമുക്ക് അപ്രൂവൽ ചെയ്ത് കൊടുക്കാനും സാധിക്കത്തില്ല. ഒന്നെങ്കിൽ ഇവന്മാര് തന്നെ പോയിട്ട് വേദവും ഉപനിഷത്തും ഒക്കെ പഠിക്കണം. അല്ലാതെ ചക്ഷുശ്രവണ ക്ലസമാന്തൃതരം മത്സരത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നത് പോലത്തെ കുറച്ച് വേർഡുകൾ പുറത്തേക്ക് വിട്ടതുകൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ എന്താ പറയുക, ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമൻ ശിവമാർഗ പ്രണയധാരം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ മത്സ്യകുർമ്മരാഹോന്നരവാമന ഭാർഗവ രഘുവീരബലചന്ദ്ര കൽക്കിയതായിട്ട് അവതാരം ചെയ്തു ജെ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം കാണാപ്പുറം പിടിച്ച് പറയാനായിട്ട് ഏതൊരു പൊട്ടനും പറ്റുമെന്ന് എനിക്കിപ്പോ പറ്റുന്നില്ലേ. വേദപുസ്തകങ്ങളും ഉപനിഷത്തുകളും ഒക്കെ എത്ര പേര് വായിച്ചിട്ടുണ്ട് ഇവിടെ? മഹാഭാരതം എത്ര പേര് വായിച്ചിട്ടുണ്ട്? രാമായണം എത്ര പേര് വായിച്ചിട്ടുണ്ട്? എത്ര തരം രാമായണം, ഇതൊക്കെ ഓരോ ഇൻഫർമേഷൻ ഖണ്ഡങ്ങളായിട്ട് കണ്ടാൽ മതി. ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ള സാധനങ്ങളായിട്ട് കണ്ടാൽ മതി. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് അതിനെ വിഡ്ഢിത്തരപരമായ രീതിയിൽ കൺവേർട്ട് ചെയ്യേണ്ട കാര്യം അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക് അന്ന് അതായത് വാട്സപ്പ് ഫേസ്ബുക്ക് അടക്കം അല്ലെങ്കിൽ വാഹനങ്ങളടക്കം കണ്ടുപിടിക്കുന്ന കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാർക്ക് അന്ന് ഇന്ന് ഇത്രയും പൊട്ടന്മാര് ജീവിച്ചിരിക്കുമ്പോൾ അന്ന് എന്തോരം പൊട്ടന്മാരുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം.
ഇന്ന് ഇത്രയും ഹൈ ടെക്നോളജികൾ ഉള്ള സമയത്ത്, അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് അപ്പുറത്ത് ദുബായിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ചായ കുടിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ശാസ്ത്രം വളർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും പൊട്ടന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അന്നത്തെ കാലത്ത് എന്തോരം പൊട്ടന്മാരുണ്ടാവും, പറഞ്ഞാൽ പോലും മനസ്സിലാവില്ലാത്ത കുറെ വിഡ്ഢിക്കൂട്ടങ്ങളുള്ള കാലഘട്ടമായിരിക്കും അത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിയുള്ള ആൾക്കാർ എഴുതി വെച്ചിട്ടുള്ള കുറെ നിയമരേഖകളിൽ പെട്ടതാണ് ഈ പറയുന്ന വേദ ഉപനിഷത്തുകളും ബാക്കിയുള്ള എല്ലാ ടെക്സ്റ്റ് പുസ്തകങ്ങളും എല്ലാം. അതൊക്കെ വെച്ചിട്ട് നേരെ ചൊവ്വേ ജീവിക്കട, അല്ലെ ചത്തുകൂടാതെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടമാണത്. അല്ലാതെ അഹങ്കാരം കാണിക്കരുത്, നിങ്ങൾ ഇടങ്ങേറാവുക, അഹങ്കാരം കാണിച്ചാൽ നിനക്ക് പണി കിട്ടുറാവേ എന്നൊക്കെ പറയുന്നത് പോലത്തെ അടിപൊളി പോയിന്റുകളാണ് അതെല്ലാം. അപ്പൊ ഇവിടെ സമാധി എന്ന് പറഞ്ഞാൽ സമമായ രീതിയിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് ബുദ്ധിപരമായി ജീവിക്കുക, സമാധിയായിട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ സമാധാനത്തോട് ജീവിക്കുക എന്ന് മാത്രം അർത്ഥമുള്ള ഒരു വേടിനെ ഒരു പെട്ടിക്കൂട്ടിന്റെ അകത്തോട്ട് കയറ്റിയിട്ട് എന്റെ അച്ഛൻ സമാധിയായി എന്ന് പറയുന്ന പോലത്തെ വിഡ്ഢിത്തരമൊന്നും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിന്റെ കൃത്യമായിട്ടുള്ള നിയമവശങ്ങൾ എടുത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമം എന്ത് പറയുന്നു അതനുസരിച്ച് ഫോളോ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു നൽകണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു എന്ന് നന്ദകുമാർ. താങ്ക് യു.